വ്യവസായ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയാണ്. മാസം ജൂണിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് IKGSന്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു ഉപദേശക സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഈ സമിതിയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വൈസ് ചെയർമാനും KSIDC മാനേജിംഗ് ഡയറക്ടർ അതിന്റെ കൺവീനറുമാണ്. അതിലിപ്പോ CII ചെയർമാൻ കേരള ചാപ്റ്റർ, ഫിക്കി കേരള ചാപ്റ്ററിന്റെ ചെയർമാൻ, KSSIA പ്രസിഡന്റ്, പിന്നെ KSIDCയിലുള്ള ഇൻവെസ്റ്റർ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള C ബാലഗോപാൽ, അജു ജേക്കബ് MD സിൻഡേറ്റ്, CJ ജോർജ് ജിയോജിത് CMD, VK മാത്യൂസ് ചെയർമാൻ IBS, പിന്നെ വ്യാപാര വ്യവസായ വകുപ്പിന്റെ ഡയറക്ടർ, ഇൻഫ്ര മാനേജിംഗ് ഡയറക്ടർ ഇവരടങ്ങുന്ന ഒരു ഉപദേശക സമിതി അത് എല്ലാ മാസവും ചേരുന്നതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിവിധ വകുപ്പുകളുമായിട്ട് ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നതായിരിക്കും. ഇതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ IKGSൽ വന്ന തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്ക്, അതിൽ 60 ഏക്കറിൽ തന്നെ ജിനോം സിറ്റി മോഡൽ ഹൈദരാബാദിന്റെ അതിന്റെക്കാളും അഡ്വാൻസ്ഡ് ആയ സ്റ്റേജിലുള്ള സംവിധാനം IKGSൽ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. 3600 കോടിയുടെ ജോയിന്റ് വെഞ്ചറാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ അവിടെ വരുന്ന കമ്പനികളുടെ നിക്ഷേപം കൂടി കണക്കാക്കിയാൽ അതൊരു 10,000 കോടി രൂപ വരെ വരാമെന്നാണ് കണക്കാക്കുന്നത്. ഒരു JV അത് IKGSൽ വന്നതും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്.